ഇപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ ഒരാൾക്ക് ഒരു അടിപിടി കേസായിരുന്നു. അപ്പോൾ ആ കേസ് കേസ് കൊടുക്കുന്ന സമയത്ത് ഓപ്പോസിറ്റിൽ ആ ഒരു സ്ത്രീയെ കൊണ്ടുവന്നിട്ട് ആ സ്ത്രീയുടെ പേരിൽ ഈ സ്ത്രീയെ തൊട്ടു എന്നും ആ സ്ത്രീയെ അസഭ്യം പറഞ്ഞു എന്നും മറ്റേ ഒരു കൗണ്ടർ കേസ് കൊടുത്തു. അപ്പോൾ ഈ കേസ് പിൻവലിക്കേണ്ടി വന്നു. അവിടെ ആ ഒരു സ്ത്രീ അവരുടെ നിയമം ദുരുപയോഗം ചെയ്യുകയാണ്, ഇല്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട്. അപ്പോൾ നേരത്തെ അദ്ദേഹം ചോദിച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സിനിമയിലൂടെ എന്താ പറയുക നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഉത്ബോധിപ്പിക്കാൻ പറ്റുമെന്നാണ്. ചോദ്യം മനസ്സിലായി. അപ്പൊ ഇത് ഒരു 100 കേസസിൽ ഒരു കേസ് ആവില്ലേ? അപ്പൊ നമ്മൾ ബാക്കിയുള്ള 99 കേസസിനെ കുറിച്ചല്ലേ നമ്മൾ സംസാരിക്കുന്നത്. അയ്യോ, അത് ശരിയാണ്, അതൊക്കെ തെറ്റാണെന്നാ ഞാൻ പറയുള്ളൂ. ഇത് ക്ലാരിറ്റി ഇല്ലാതെ, വാലിഡിറ്റി ഇല്ലാതെ എന്തെങ്കിലും ഒരു കേസ് ആരെങ്കിലും മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. ഒരു സ്ത്രീ മറ്റേ ആളെ എഫ്ഐആർ ഫയൽ ചെയ്ത് 14 ദിവസം റിമാൻഡ് ചെയ്യും. കാരണം അത് കഴിഞ്ഞിട്ടാണ് കോടതിയിൽ എത്തുന്നത്. പക്ഷെ ഈ 14 ദിവസം ഇദ്ദേഹം നിരപരാധിയായ ഇദ്ദേഹം 14 ദിവസം കിടക്കേണ്ടി വരും, ജയിലിലും കിടക്കേണ്ടി വരും, സമൂഹത്തിന് മുമ്പിൽ മോശക്കാരനാവുകയും ചെയ്യും. മുമ്പ് ഒരു പട്ടാളക്കാരന്റെ മാധ്യമങ്ങളെല്ലാം വലിയ രീതിയിൽ ട്രെയിനിൽ വെച്ച് സ്ത്രീയെ പീഡിപ്പിച്ചെന്ന രീതിയിൽ വാർത്ത കണ്ടു കാണും, വലിയ രീതിയിലായിരുന്നു. പക്ഷെ അദ്ദേഹം നിരപരാധിയാന്ന് പറഞ്ഞപ്പോൾ വലിയ രീതിയിലൊന്നും വാർത്ത വന്നിട്ടുമില്ല. അപ്പൊ സ്ത്രീകൾ അവരുടെ ഈ നിയമങ്ങളെല്ലാം വലിയ രീതിയിൽ ഇവിടെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. പക്ഷെ സർ, ഈ എന്തെങ്കിലും ഒരു നിയമം വേണ്ടേ? അപ്പോ യെസ്, ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 10 പേരില് ഈ 2 പേര് ഇങ്ങനത്തെ തെറ്റായ കേസും കാര്യങ്ങളും ഒക്കെ പറയണമെന്നുണ്ടെങ്കിൽ ബാക്കി 8 പേർക്ക് ഇത് ജസ്റ്റിസ് വേണ്ടേ? അല്ല, അപ്പോഴും ഞാൻ ചോദിക്കുന്നത്, ഒരു ID പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്. ഇപ്പോൾ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ ID പ്രൊട്ടക്ട് ചെയ്യുന്ന പറയുന്ന ഒരു പുരുഷന്റെ ഒരു കേസ് തെളിഞ്ഞതിന് ശേഷം ID കിട്ടോട്ടെ, പ്രശ്നമില്ല. ഒരു കേസ് തെളിയുന്നതിന് മുമ്പ് എന്നെ അറസ്റ്റിലാവുന്നു, അല്ലെങ്കിൽ ഇന്ന പോലെ പ്രതി ഇന്ന വീട്ടിലെ ഇന്ന ആളുടെ മകൻ ഇന്ന അഡ്രസ് ഉൾപ്പെടെ ഒരു ID കൊടുത്തിട്ട് പിന്നീട് എപ്പോഴോ ഈ കേസ് നിരപരാധി എന്നറിയുമ്പോഴേക്കും അപ്പോഴും ആ പെൺകുട്ടി അവിടെ സുരക്ഷിതമാണ്. ഇവന്റെ ഈ വ്യക്തിയുടെ ID, അവന്റെ വീട്ടുകാരുടെ ID എല്ലാം വെളി വന്നു കഴിയുമ്പോഴേക്കും അയാൾക്ക് വെളിയിൽ ഇറങ്ങി നടക്കാം, ജോലിക്ക് പോകാൻ പറ്റില്ല, പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. അപ്പോഴും ആ സമൂഹത്തിൽ ആ വ്യക്തി അവിടെ ചൂഷണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു സ്ത്രീക്ക് എത്രത്തോളം ആ വ്യക്തിയുടെ ID പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നോ അതേ പ്രൊട്ടക്ഷൻ ഒരു പുരുഷന് കൊടുക്കാനുള്ള നിയമവ്യവസ്ഥ ഇന്ത്യയിൽ വേണ്ടേ? ഒരു കേസ് തെളിഞ്ഞതിന് ശേഷം ഒരു ഇന്ററാക്ഷനുള്ള പറ്റി ഞാൻ ഇടപെട്ട് പറയാം. സത്യത്തിൽ എന്നിട്ട് ഇത്രയോ സ്ട്രോങ് ആയിട്ടുള്ള നിയമം ഉണ്ടായിട്ടും ഇവിടെ സ്ത്രീകളല്ലേ കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത്, കൂടുതൽ സ്ത്രീകളല്ലേ ഉപദ്രവിക്കപ്പെടുന്നത്. എന്നിട്ട് ഈ പുരുഷന്മാര് പേടിക്കുന്നൊന്നുമില്ല. പട്ടാളക്കാരന്റെ ഒരു കാര്യം പറഞ്ഞു, പുള്ളി നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട് അത് വലിയ വാർത്ത വന്നില്ല. നിങ്ങൾ തന്നെയല്ലേ മീഡിയക്കാര്, അല്ലേ? നിങ്ങൾക്ക് അത് ചെയ്യാമല്ലോ. എന്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ ആ പുള്ളി ചിലപ്പോ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടായേക്കാം. അതും റിപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളാണ് മീഡിയക്കാര്, നിങ്ങളാണ് ചേഞ്ചസ് കൊണ്ടുവരേണ്ടത്. ഞങ്ങള് ആക്ടേഴ്സ് ആണ്, ഞങ്ങൾ സിനിമ ചെയ്യുന്നവരാണ്. സിനിമ കൊണ്ട് ഈ സമൂഹത്തിന് ഉത്ബോധിപ്പിക്കാൻ പറ്റുമെന്നാണ് അതിനകത്ത് ചോദ്യം. ഇത് നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം. ഇത് ഭയങ്കര ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. ഒരു ഭയങ്കര ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. എന്ന് വെച്ചാൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെയും അവിടെയും തൊടാതെയാണ് നിങ്ങളുടെ ചോദ്യങ്ങളും നമ്മുടെ ഉത്തരങ്ങളും. അങ്ങനത്തെ ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്, ഇല്ലേ? അത് ഞങ്ങളോടല്ല ചോദിക്കേണ്ടത്. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.